स्वधी कलत्तादिषु भौमोज्यति यतीर्थबुद्धि सलीलेन कर्हिचित् जनेषु अभिज्ञेषु സ ഏവ ഗോകര. ചില ആൾക്കാർ തീർത്ഥാടനത്തിന് പോകാറുണ്ട്. എവിടേക്ക് പോകും? ഗംഗ, യമുന തീർത്ഥങ്ങളെല്ലാം പോയിട്ട് ഗോദാവരി, നമുക്കറിയാം കുറേ 7 തീർത്ഥങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ, പക്ഷെ മുങ്ങി കുളിച്ച ശേഷം അവിടെ ആ പരിസരത്തിരിക്കുന്ന ബാബാജിമാരുടെ യാതൊരു സമ്പർക്കവും ഇല്ല. ചുമ്മാ കുറേ പുഴയിൽ കിടന്ന് കുറേ തലയെല്ലാം കുറേ വെള്ളം നിളിച്ച് കുളിച്ച് വന്നപ്പോൾ ശുദ്ധമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ സ ഏവ ഗോകര. അപ്പോൾ 4 ആൾക്കാരെ പറ്റിയാണ് ഈ സ്വന്തം ശരീരം എന്നുള്ള വെറും ഗ്രൂസ് ബോഡിയായിട്ട് കണക്കാക്കുന്നതും, താൻ ഹം എന്നുള്ള ഗ്രൂസ് ബോഡിയായിട്ടും, മമ എൻ്റെ എന്നുള്ളത് എൻ്റെ റിലേറ്റീവ്സുമായിട്ടും എൻ്റെ രാജ്യമായിട്ടും, പിന്നെ എൻ്റെ ആ തീർത്ഥബുദ്ധി, അതായത് ചിലർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ് ആഗ്രഹം, വെറും തീർത്ഥഭൂമിയിൽ പോയിട്ട് വെറും കുളത്തിൽ അല്ലെങ്കിൽ പുഴയിൽ മാത്രം കുളിച്ച് എന്നാൽ അവിടെ ഇരിക്കുന്ന ബാബാജിമാരുടെ യാതൊരു സമ്പർക്കം ചെയ്യാത്ത ആൾക്കാർ, ഇവരെല്ലാം കുറിച്ച് പറയുന്നത് സ ഏവ ഗോകര. അവരും പശുക്കളാണ്, അവരെല്ലാം കൈതകളാണ്. അവരിപ്പോ കുറെ പേര് വെറുതെ മുടിയും വളർത്തി പൈസ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് അറിവില്ല, അറിവാനുള്ള ആഗ്രഹം വേണം, അല്ലേ? അപ്പൊ അറിവുള്ള ആഗ്രഹമുള്ള ആൾക്കുണ്ടെങ്കിൽ എന്താ, ഭഗവാൻ ശരിയായിട്ടുള്ള ആളുടെ ഡയറക്റ്റ് ചെയ്യും. നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ജിജ്ഞാസയുണ്ട്, എനിക്ക് ആ ജ്ഞാനം കിട്ടണം എന്നുള്ള ശരിയായ ആജ്ഞയാണെങ്കിൽ ദെൻ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ ശരിയായിട്ടുള്ള ആ ഗുരുവിനെ അടുത്തേക്ക് എത്തിക്കും. രണ്ട് തരം സ്കൂളുണ്ട്. അതെ. അപ്പൊ ഒന്ന് ആചാര്യന്മാരെ ഫോളോ ചെയ്യണമെന്ന് പറയുന്ന സ്കൂൾ ഇപ്പോഴത്തെ ആചാര്യന്മാര്, രണ്ടാമത്തെ സ്കൂളിൽ പ്രഭുപാദര ആചാര്യരായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിൽ അറിവ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾ അറിയാതെ പോയിട്ട് മറ്റവിടത്ത് വെച്ചു. അപ്പൊ അയാള് ഇപ്പോഴുള്ള പ്രഭുജീനെ അല്ലെങ്കിൽ ആചാര്യനെ നോക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനിലേക്ക് എത്തില്ല. കാരണം ആചാര്യന്റെ അടുത്താവും സ്നേഹം. നേരെ മറിച്ച് പ്രഭുപാദരുടെ അടുത്തേക്ക് ആകുമ്പോൾ നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രഭുപാദരെ പ്രാർത്ഥിച്ചാലും കൃഷ്ണനിലേക്ക് എത്താനും അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോ നേരത്തെ പറഞ്ഞാൽ ശരിയായിട്ടുള്ള ജ്ഞാനം വേണം, ശരിയായിട്ടുള്ള കൃഷ്ണൻ എത്തണമെന്ന് ശരിക്കുള്ള ഇന്റൻസ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ആഗ്രഹ ആൾക്കാർ അവർക്ക് തുറന്ന ബുദ്ധി ഉണ്ടാവും, തുറന്ന മനസ്സുണ്ടാവും. അപ്പോൾ അവർ നോക്കും ഏതാണ് ശരിയെന്നുള്ളത്, അല്ലേ? അല്ലാണ്ട് വെറും പ്രൊപ്പഗാൻഡ അനുസരിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിട്ടില്ല. അവർക്ക് ആദ്യം എൻ്റെ ആഗ്രഹമാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫ്, എൻ്റെ കൃഷ്ണാബോധം എന്നുള്ളത് എൻ്റെ എന്താണ് ദ പീപ്പിൾ ഓഫ് എന്താണ് കണ്ണിൻ്റെ പീരിയല്ല, കൃഷ്ണമണി. നമ്മുടെ ആ കൃഷ്ണാബോധം എന്നുള്ളത് നമ്മുടെ കൃഷ്ണമണിയെ പോലെ കണക്കാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കൃഷ്ണാബോധത്തിന് അപ്പുറം അതിനെ സ്പോയിൽ ചെയ്യുന്ന, അതിനെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. ഇത് പറഞ്ഞാൽ ശരി ഏതാണെന്ന് നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇൻ്റലിജൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഇൻ്റലിജൻസ് വഴി മനസ്സിലാക്കാൻ പറ്റും ആര് പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് ഫോളോ ചെയ്യും. അല്ലാത്ത ആൾക്കാരെന്താ, അയാളുടെ ഏതെങ്കിലും ഇമോഷൻ, വെസ്റ്റൽ ഇൻട്രസ്റ്റ് വഴി ചിലപ്പോൾ മറ്റുള്ള, അപ്പോൾ അയാളുടെ ബ്രഹ്മജിജ്ഞാസ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ബ്രഹ്മജിജ്ഞാസ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അവിടെ ഇമോഷന് യാതൊരു ബേസിസ് ഇല്ല, പിന്നെ വേറെ ഏതെങ്കിലും വെസ്റ്റൽ ഇൻട്രസ്റ്റിന് യാതൊരു സ്ഥാനമില്ല. വെറും സത്യം മാത്രം, അതിനപ്പുറം നമ്മൾ പോവില്ല. അല്ല, ഇത് പറഞ്ഞു അതപ്പോൾ അവിടെ തടയില്ലോ. നിങ്ങൾ കേട്ട് പോകാതെ അപ്പം ചോദിക്കണ്ടേ, എന്തുകൊണ്ട് കേട്ട് പോകാതെ അങ്ങ് ചോദിക്കണ്ടേ? ഒരു ആട്ടിൻകുട്ടിയെ പോലെ ശരിയെന്ന് പറയാണോ വേണ്ടേ? ചോദിക്കണ്ടേ? അവിടെ ചോദിക്കണ്ടേ? അല്ല, ഇപ്പൊ ഒരുമാതിരി ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ ഇപ്പൊ പ്രഭുവിനെ 2 സിസ്റ്റേഴ്സ് ഇപ്പൊ തീരെ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഏത് ആൾക്കാരുണ്ടാവും, പക്ഷെ അവര് മറച്ചു വയ്ക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോ അവര് ചോദിക്കണം, അല്ലേ? ശരിയാണ്. അത് അങ്ങനെ കുറെ കാലം ഉണ്ടായാലും ശരിയാണ്. ഇപ്പൊ നമ്മളങ്ങനെ പെട്ടാണല്ലോ, നമ്മളങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ നമ്മള് വന്നപ്പോ കേരളത്തിലൊരു കാര്യമില്ലൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഒരു നാമാട്ടാന്നുള്ളത് വ്യത്യസ്തമാണ് നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരുമാരെല്ലാം നാമാട്ടം അറിയാം. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇത് തുറന്ന ബുദ്ധിയോടെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പിരിക്കുന്ന എല്ലാ നാമാട്ട ലീഡേഴ്സും നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റേ വിഷ്ണു ഗോസ്വാമിമാരുടെ ശിഷ്യന്മാരെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ല. അപ്പോൾ അവർക്ക് ഇത് ബോധം ഉണ്ടെങ്കിൽ, ഒരു തുറന്ന മനസ്സുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലാണ്. അല്ലെങ്കിൽ അവർ സ്പെഷ്യൽ അത് നമുക്ക് കൃഷ്ണൻ ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല. നമുക്ക് യു ക്യാൻ ടേക്ക് ദ ഹോസ്റ്റ് ഓഫ് വാട്ടർ ഓൺലി, യു ക്യാൻ ഫോഴ്സ് ഇറ്റ്, ഡ്രിങ്ക് ഇറ്റ്.
നമുക്ക് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഇതാണ് ശരി നമ്മൾ ചൂണ്ടിക്കെട്ട് കഴിഞ്ഞാൽ അത് പോവാണ്ട് പകരം നമ്മൾ വേറെ ഏതെങ്കിലും താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഇമോഷൻ അനുസരിച്ച് അത് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് യുവർ ലൈഫ് ദാറ്റ് ഈസ് ബീങ് സ്പോയിൽഡ്. ഞാൻ രാജേന്ദ്ര ദാസ് എന്താ പറയും, യുവർ ലൈഫ് ഈസ് ബീങ് സ്പോയിൽഡ്. അത് കാരണം എനിക്ക് എൻ്റെ ഒപ്പം നിൽക്കുന്ന കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കൃഷ്ണാബോധത്തിൽ വന്ന് എന്തുകൊണ്ടാണ് ആദ്യം ചിന്തിക്കണം, എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണാബോധം സ്വീകരിച്ചു, കൃഷ്ണൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് അല്ലേ, അതാണ് നമ്മുടെ മെയിൻ ഇൻട്രസ്റ്റ്. അതിന് വിഘാതമായിട്ട് എന്തെങ്കിലും നിൽക്കണമെങ്കിൽ അത് തള്ളണം. അത് ആനുകൂല്യസ്യ സങ്കല്പ സാനുകൂല്യസ്യ വർജനം. അപ്പം അവിടെ യാതൊരു ഇമോഷനും പാടില്ല. ചതിയൊക്കെ ക്രിസ്ത്യൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതല്ല നമ്മുടെ കോംപ്രഹെൻഷൻ സെറ്റ്, ട്രാൻസ്ലേഷൻ അറിയാം, നമ്മുടെ കോംപ്രഹെൻഷൻ സെറ്റ് നമുക്ക് വ്യക്തമാകാൻ മനസ്സിലാക്കണം.